കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ മദ്രസ വിട്ടു പോവുകയായിരുന്ന കുട്ടികൾക്ക് മുന്നിലേക്ക് മതിലിടിഞ്ഞു വീണു. കുട്ടികൾ ഓടി മാറിയതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. ആ ദൃശ്യങ്ങളിലേക്ക്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടി ആയിഷ മെഹ്റിൻ മനോരമ ന്യൂസിനോടൊപ്പം ചേരുകയാണ്. അതിലേക്ക്. നമ്മൾ മദ്രസയും വിട്ടിട്ട് വരുമ്പോൾ മതില് വീണു താഴത്തേക്ക്. മുമ്പിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? മോളെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായില്ലേ? ഇല്ല, ഞാനും ആടുള്ള ഒരു മോൻ, എൻ്റെ ചങ്ങാതിയായ. എന്താ വലിയ ഒച്ച ഉണ്ടായിരുന്നു? ശബ്ദത്തോടെയാണോ വന്നത്? പേടിച്ചോ? എന്നിട്ട് നിങ്ങളിത് കണ്ടു ഓടുവാണോ ചെയ്തേ? എങ്ങോട്ടാ ഓടിയത്? ബാക്കോട്ടേക്ക്. വലിയ പേടിച്ചു പോയോ കണ്ടപ്പോ? എന്നിട്ടിത് വീട്ടിൽ വന്ന് വിവരം അറിയിച്ചോ? എന്ത് പറഞ്ഞപ്പോ വീട്ടുകാര്? ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാണോ? ആണല്ലേ. കൂടെ വേറെ ആരൊക്കെ ഉണ്ടായല്ലോ? മുമ്പിൽ ഓടിയ പെൺകുട്ടി ആരാണെന്ന് അറിയില്ല? ഇല്ല. അവളുടെ നേരെയാണ് ഈ സാധനം ഇടിഞ്ഞു വന്നതല്ലേ? നേരത്തെ ഈ മതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് മോൾ കണ്ടിരുന്നോ? നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല. അറിയില്ല അല്ലേ. ഇന്ന് മദ്രസ പോയിട്ട് എല്ലാ കുട്ടികളുടെ കൂടെ അല്ലാതെ സാധാരണ ഒന്നിച്ചാണോ നിങ്ങൾ വരാറ്? എന്നിട്ട് ഇപ്പൊ എന്താ നിങ്ങൾ രണ്ടുപേരും മാത്രമാണല്ലോ വന്നേ? നേരം മഴ ഉള്ളത് കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. മതിലിടിഞ്ഞ് വീണ് ഒരു സെക്കൻഡിനുള്ളിലാണ് ആയിഷ മെഹ്റിൻ ഓടി മാറിയത്. അതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. ഈ അപകട വാർത്ത അറിഞ്ഞ് അവിടേക്ക് ഓടിയെത്തിയ ഞങ്ങളുടെ റിപ്പോർട്ടർ നിയാസ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അഞ്ചരക്കണ്ടിയിൽ രാവിലെ മദ്രസ വിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന കുട്ടികൾക്ക് നേരെയാണ് മതിലിടിഞ്ഞ് വീണത്. അഞ്ചരക്കണ്ടി ടൗണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ടൗണിലുള്ള ഈ പള്ളി, ഈ ജുമാ മസ്ജിദിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തായിരുന്നു കല്ലും മണ്ണുമെല്ലാം ഇടിഞ്ഞ് ഇങ്ങോട്ട് റോഡിലേക്ക് പതിച്ചത്. തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു കടയുടെ CCTVയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഈ മദ്രസ വിട്ട ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയ ഏതാണ്ട് ഒരു 4 കുട്ടികൾ ഈ വഴി നടന്നു വരികയായിരുന്നു. ആദ്യം 2 കുട്ടികൾ നടന്നു പോകുന്നു. തൊട്ട് പുറകെ വരുന്ന 2 കുട്ടികളുടെ നേരെയാണ് ഈ കല്ലും മണ്ണുമെല്ലാം ഇടിഞ്ഞു വീഴുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത്. ഈ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഈ മതിലെല്ലാം ദ്രവിച്ച് നനഞ്ഞു കുതിർന്ന മതിൽ പൂർണ്ണമായും ഈ റോഡിലേക്ക് ഇടിഞ്ഞു മറിഞ്ഞ് വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റോഡിൻ്റെ മധ്യഭാഗം വരെ ഈ കല്ലും മറ്റ് അവശിഷ്ടങ്ങളുമെല്ലാം ഇടിഞ്ഞു വീഴുന്നു. ഇതിൻ്റെ ശബ്ദം കേട്ട ഉടനെ തന്നെ ഇത് ഇടിഞ്ഞു വീഴുകയാണ് എന്ന് മനസ്സിലാക്കിയ കുട്ടികൾ റോഡിൻ്റെ എതിർവശത്തേക്ക് ഓടി മാറുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത്. അങ്ങനെ ഓടി മാറിയതുകൊണ്ട് തന്നെ കുട്ടികളുടെ ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ആശ്വസിക്കാവുന്നതുമായ ഒരു പ്രധാന കാര്യം. മദ്രസ 8:30 മണിക്ക് കുറച്ച് കുട്ടികൾ മാത്രം പുറത്തു പോകുന്ന സമയത്ത്, അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന വലിയ അപകടമില്ലാതെ രക്ഷപ്പെട്ട. ആ സമയത്ത് 2 കുട്ടികൾ അടുത്തെത്തിയിരുന്ന മതിൽ ഓടുന്ന കണ്ടിട്ട് അവർ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ഓടുണ്ടായിരുന്നത്. വേറെ വാഹനങ്ങളൊന്നും വരാതെ കൊണ്ട് വേറെ ഒന്നും അപകടം സംഭവിച്ചില്ല. ഒരുപാട് കുട്ടികൾ പോയിരുന്നു. പിന്നെ അതിന് ശേഷം 3 കുട്ടികൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ പെട്ടെന്ന് മതിലിടിഞ്ഞ് കണ്ടപ്പോൾ കുട്ടി ഓടി രക്ഷപ്പെടുന്നത്. നിലവിൽ അത് നല്ല മതിലാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തുടർച്ചയായ മഴ കാരണമുള്ള ഒരു പ്രശ്നമാണ്. ഈ കല്ലും മണ്ണും എല്ലാം മാറ്റാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള അധികാരികൾ ഒരു ഭാഗം പൊളിഞ്ഞു മറ്റു ഭാഗം വീണ്ടും പൊളിയാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് പൂർണ്ണമായും അതിൽ പൊളിച്ചു മാറ്റാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് പൂർണ്ണമായും അത് പൊളിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികൾ വലിയ ഭയപ്പാടിലായിരുന്നു ഈ സംഭവം ഉണ്ടായതിനു ശേഷം. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കുട്ടികൾ ഈ മദ്രസ വിട്ട് വരുന്നത്. ആ സമയത്താണ് ഈ തരത്തിൽ കല്ലും മണ്ണുമെല്ലാം അവരുടെ നേരെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നത്. എന്തായാലും കുട്ടികൾ വലിയ തോതിൽ പേടിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. എന്തായാലും അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വസിക്കാവുന്ന കാര്യം. അഞ്ചരക്കണ്ടിയിൽ നിന്ന് നിയാസ് റഹ്മാൻ, മനോരമ ന്യൂസ്.